സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സിംഹത്തെ പറ്റിയാണ്. സിംഹത്തിൻ്റെ വലിപ്പം കൊണ്ടും ഭാരം കൊണ്ടും ഒന്നുമല്ല സിംഹത്തിനെ കാട്ടിലെ രാജാവ് എന്ന് പറയുന്നതിനുള്ള കാരണം. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിപ്പം കൊണ്ടും ഭാരം കൊണ്ടും ആന മുന്നിലാണ്. കൂടാതെ മറ്റ് മൃഗങ്ങളായ ഹിപ്പോപ്പൊട്ടാമസ്, റൈനോസറസ്, സൈബീരിയൻ കടുവ, ഏറ്റവും ഉയരം കൂടിയ ജിറാഫ് എന്നീ മൃഗങ്ങളും അപകടകാരികളാണ്. മനുഷ്യർക്കിടയിൽ ആ തോന്നൽ ഉണ്ടായതിൻ്റെ പ്രധാന കാരണം ആൺസിംഹങ്ങളുടെ തലയിൽ നിന്ന് താഴേക്ക് വളർന്നു കിടക്കുന്ന സട തന്നെയാണ്. സിംഹത്തിൻ്റെ ഗാംഭീര്യത്തിൻ്റെ പ്രധാന കാരണം. സിംഹത്തേക്കാൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന മറ്റ് മൃഗങ്ങൾ ഉണ്ടെങ്കിലും സിംഹത്തിൻ്റെ ഗർജനം അധികാരത്തിൻ്റെയും പൗരുഷത്തിൻ്റെയും ഭാവമുള്ള അതിഗംഭീരമായ ഗർജനമാണ്. ഇതുകൊണ്ട് സിംഹത്തെ മറ്റ് മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാകുന്നു. സിംഹങ്ങൾ മിക്കവാറും 5, 6, 7, 8, 10 എന്നീ കൂട്ടങ്ങളായിട്ടാണ് അവരുടെ ഓരോ ട്രൈബ്. ആ ട്രൈബിൻ്റെ തലവൻ ആണ് സിംഹമായിരിക്കും. ആൺസിംഹം അവർ താമസിക്കുന്ന അതിർത്തിക്കുള്ളിൽ മറ്റേതെങ്കിലും സിംഹങ്ങൾ അതിക്രമിച്ച് കയറാൻ സമ്മതിക്കുകയില്ല. അഥവാ അതിക്രമിച്ച് കയറിയാൽ അവിടെയുള്ള ആൺസിംഹത്തെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചാൽ പിന്നെ ജയിച്ച സിംഹം ആ കൂട്ടത്തിൻ്റെ തലവനും തോറ്റ സിംഹം കൂട്ടത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്യുന്നു. സിംഹങ്ങൾ ഇര പിടിക്കുന്നത് അധികവും വലിയ മൃഗങ്ങളെയാണ്. ആദ്യം കൂട്ടത്തിലെ രാജാവിന് കൊടുത്തതിന് ശേഷമേ മറ്റുള്ളവർ ഭക്ഷിക്കുകയുള്ളൂ. വലിയ മൃഗങ്ങളെ പിടിച്ചാൽ മാത്രമേ ആ കൂട്ടത്തിലുള്ളവർക്ക് വിശപ്പകറ്റാനായി ഉണ്ടാവുകയുള്ളൂ. സിംഹങ്ങൾ മാംസഭുക്കാണ്. സിംഹങ്ങൾ വിശക്കുമ്പോൾ മാത്രമേ മൃഗങ്ങളെ വേട്ടയാടി കഴിക്കുന്നത്. കൂടാതെ ഫ്രഷ് ഭക്ഷണമാണ് അവർക്കിഷ്ടം. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരയെ പിടിക്കാറില്ല. സിംഹത്തേക്കാൾ ഭാരമുള്ളതും വലിപ്പമേറിയതും ഉയരമുള്ളതുമൊക്കെയാണ് മറ്റ് മൃഗങ്ങളെങ്കിലും അവരുടെ എല്ലാ മനസ്സിൽ സിംഹത്തെ കാണുന്നത് അവരെ വേട്ടയാടി പിടിക്കുന്നവനായാണ്. എന്നാൽ സിംഹം ആ മൃഗങ്ങളൊക്കെ വിലയിരുത്തുന്നത് അവയൊക്കെ സിംഹത്തിൻ്റെ ഇരകളായിട്ടാണ്. കഴിയുന്നതും കടുവയും സിംഹവും തമ്മിൽ ഫൈറ്റ് ഒഴിവാക്കാറുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ കടുവയുടെ മേൽ സിംഹം ആധിപത്യം സ്ഥാപിക്കാറുണ്ട്. ആൺസിംഹങ്ങളുടെ കഴുത്തിലെ സടയും കടുവയിൽ നിന്ന് സിംഹത്തിന് രക്ഷ കിട്ടുന്നു. ഈ പ്രത്യേകതകൾ കൊണ്ടാണ് സിംഹത്തിനെ കാട്ടിലെ രാജാവായി മനുഷ്യൻ പറയുന്നു.